മാനവവിഭവശേഷി മന്ത്രാലയം സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിനോദസഞ്ചാരം, വ്യവസായം, ചരക്കുനീക്കം എന്നീ മേഖലകളിൽ അടുത്ത വർഷം പൂർത്തിയാക്കേണ്ട സ്വദേശിവൽക്കരണം തോത് മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരുമാനം മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് വിദേശികളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ സ്വദേശിവൽക്കരണം 44.1% ഉയർത്താനാണ് തീരുമാനം. ചരക്കുനീക്ക രംഗത്ത് 20%, വ്യവസായ മേഖലയിൽ 35% സ്വദേശിവൽക്കരണമാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. വിനോദസഞ്ചാര മേഖലയിൽ 2018 42.2% സ്വദേശിവൽക്കരണം. 2019 43.1% ഉയർത്തുകയും ചെയ്തു. 2020 1% കൂടി വർധനവ് വരും. ചരക്കുനീക്ക മേഖലയിൽ 2018 16% സ്വദേശിവൽക്കരണം 2019 18% ഉയർന്നു. 2% വർധനവാണ് 2020 നടപ്പാക്കാൻ അധികൃതർ ലക്ഷ്യമിടുന്നത്. വ്യവസായ മേഖലയിൽ നിലവിൽ 34% സ്വദേശിവൽക്കരണ നിരക്ക്. കഴിഞ്ഞ വർഷം ഇത് 33% ആയിരുന്നു. 3 മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളിലെ സ്വദേശി ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനങ്ങളും കൂടാതെ കമ്പനികൾക്ക് മറ്റിളവുകളും നൽകി സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കും. സ്വദേശിവൽക്കരണം പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ പ്രത്യേക പരിഗണനയും ലഭിക്കും. വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒമാൻ മാൻപവർ മന്ത്രാലയം നേരത്തെ തീരുമാനിച്ചിരുന്നു. ടൂറിസം, വ്യവസായം, ലോജിസ്റ്റിക്സ് സെക്ടറുകളിൽ അടുത്ത വർഷം പൂർത്തിയാക്കേണ്ട സ്വദേശിവൽക്കരണ നിരക്കും മന്ത്രാലയം നിശ്ചയിച്ചിരുന്നു. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് സ്വദേശിവൽക്കരണം 44.1% ഉയർത്താനാണ് തീരുമാനം. ലോജിസ്റ്റിക്സ് സെക്ടറിൽ 20%, വ്യവസായ മേഖലയിൽ 35% സ്വദേശിവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് 2017 41.1% സ്വദേശിവൽക്കരണം നടപ്പാക്കിയിരുന്നു. 2018 42.2%, ഈ വർഷത്തോടെ 43.1% ഇത് ഉയർത്തുകയുണ്ടായി. അടുത്ത വർഷം 1% കൂടി വർധനവ് ഉണ്ടാകും. ലോജിസ്റ്റിക്സ് സെക്ടറിൽ 2017 14% സ്വദേശിവൽക്കരണം 2018 16% ഉയർന്നിരുന്നു. ഈ വർഷത്തോടെ ഇത് 18% എത്തിച്ചു. 2% വർധനവാണ് 2020 നടപ്പാക്കാൻ അധികൃതർ ലക്ഷ്യമിടുന്നത്. വ്യവസായ മേഖലയിൽ നിലവിൽ 34% സ്വദേശിവൽക്കരണ നിരക്ക്. കഴിഞ്ഞ വർഷം ഇത് 33%, 2017 32.5% 3 സെക്ടറുകളിലെയും കമ്പനികൾക്ക് ട്രെയിനിംഗ് സംവിധാനങ്ങളും ഇൻസെന്റീവുകളും നൽകി സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കും. ചില മേഖലകളിൽ പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിൽ ലൈസൻസുകൾ അനുവദിക്കുകയോ പാർട്ട് ടൈം അടിസ്ഥാനത്തിൽ സ്വദേശികളെ നിയമിക്കുകയോ ചെയ്യും. ഇവരുടെ എണ്ണവും സ്വദേശിവൽക്കരണത്തിൽ കണക്കാക്കും. എന്നാൽ നിയമിക്കേണ്ട സ്വദേശികളുടെ എണ്ണത്തിന്റെ 20%-ലധികം ഇത്തരം ജീവനക്കാരെ നിയമിക്കാൻ പാടില്ല. സ്വദേശിവൽക്കരണം പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാൻപവർ മന്ത്രാലയത്തിന്റെ പ്രത്യേക പരിഗണനയും ലഭിക്കും. അനുമതികളും മറ്റ് സഹായങ്ങളും ഇത്തരം സ്ഥാപനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാവുകയും ചെയ്യും. എന്നാൽ സ്വദേശിവൽക്കരണ നിബന്ധനകൾ പാലിക്കാത്ത സ്ഥാപനങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ അനുവദിക്കുകയുമില്ല. 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ച ശേഷം തൊഴിൽ നിയമം അനുസരിച്ച് പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.